നിങ്ങൾ ഒരിക്കലെങ്കിലും ഞാൻ റെഡിയല്ല എന്ന് കരുതി നിങ്ങളെത്തന്നെ തടഞ്ഞിട്ടുണ്ടോ? ഒരു ജോലി അപ്ലൈ ചെയ്യണമെന്ന് തോന്നി, ഒരു പ്രോജക്റ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളെത്തന്നെ ബെറ്ററായി കെയർ ചെയ്യണമെന്നാഗ്രഹിച്ചു. പക്ഷേ എന്തോ ഒന്നാണ് നിങ്ങളെ തടഞ്ഞത്. അതെന്താണെന്നറിയാമോ? പെർഫെക്റ്റായിട്ട് മാത്രമേ തുടങ്ങാവൂ എന്ന വിശ്വാസം. പക്ഷേ സത്യമെന്താണെന്ന് പറഞ്ഞാൽ, പെർഫെക്ഷനാണ് പ്രോഗ്രസിന്റെ ശത്രു. നിങ്ങൾക്കെല്ലാം പെർഫെക്റ്റായി അറിയേണ്ടതില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആകേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ കാര്യം മാത്രം: ഇപ്പോൾ തന്നെ തുടങ്ങാനുള്ള ധൈര്യം. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്ത് പെർഫെക്ഷനാണ് എല്ലായിടത്തും കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ നമുക്ക് കാണിക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ജീവിതം, പെർഫെക്റ്റ് വെക്കേഷൻ, പെർഫെക്റ്റ് ബോഡി, പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഞാൻ ഇതുപോലെ ഇല്ലെങ്കിൽ ഞാൻ ഫെയിലാണ്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പെർഫെക്ഷനിസം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കയറുന്നു. നിങ്ങൾ ഡയറ്റ് തുടങ്ങും, ഒരിക്കൽ തെറ്റിപ്പോയാൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് തോന്നും. ഒരു നല്ല ഐഡിയ ഉണ്ടാകും, പക്ഷേ പെർഫെക്റ്റ് ആകില്ല എന്ന ഭയം കൊണ്ട് നിങ്ങൾ തുടങ്ങുകയില്ല. ഇത് നിങ്ങളെ സ്റ്റക്കാക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. പെർഫെക്റ്റ് ടൈം, പെർഫെക്റ്റ് പ്ലാൻ, പെർഫെക്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. പക്ഷേ ആ സമയം ഒരിക്കലും വരില്ല. ഇതിനിടെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ടൈം, ഓപ്പർച്യൂണിറ്റീസ്, കോൺഫിഡൻസ്. സത്യം എന്താണെന്നറിയാമോ? പെർഫെക്ഷൻ ഒരു മിത്താണ്. നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ആളുകൾ പോലും പെർഫെക്റ്റ് അല്ല. അവർക്കും ഫെയിലിയേഴ്സ് ഉണ്ട്. പക്ഷേ അവർ മുന്നോട്ടു പോകുന്നു. നിങ്ങൾക്കും അത് സാധിക്കും. അപ്പോ ഈ പെർഫെക്ഷൻ ട്രാപ്പിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം? സിമ്പിൾ. പ്രോഗ്രസ് ആണ് ഇമ്പോർട്ടന്റ്, പെർഫെക്ഷൻ അല്ല. ഇത് 3 സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് 1: റെഡി ആകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുക. ഞാൻ റെഡി ആയാൽ തുടങ്ങാം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ട്രൂത്ത് എന്താണ്? നിങ്ങൾ ഒരിക്കലും 100% റെഡി ആകില്ല. അതൊന്നും പ്രശ്നമില്ല. ആക്ഷൻ എടുക്കൂ. മെസ്സി ആയാലും മതി. ഫിറ്റാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ന് തന്നെ 10 മിനിറ്റ് വർക്കൗട്ട് തുടങ്ങൂ. ബിസിനസ് തുടങ്ങണം? ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കൂ. ഐഡിയാസ് റീസെർച്ച് ചെയ്യുക. പെർഫെക്റ്റ് സമയം കാത്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ തുടങ്ങൂ. സ്റ്റെപ്പ് 2: പെർഫെക്ഷൻ അല്ല, കൺസിസ്റ്റൻസി ഫോക്കസ് ചെയ്യുക. പെർഫെക്റ്റായി ചെയ്യുന്നതിനേക്കാൾ കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ജേർണലിംഗ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പെർഫെക്റ്റ് പേജ് വേണ്ട, ഒരു സെന്റൻസ് പോലും മതി. ജിം പോകാൻ കഴിയുന്നില്ലേ? വീട്ടിൽ ചെറിയ വർക്കൗട്ട് ചെയ്യൂ. ഹാബിറ്റ്സ് ആണ് മാറ്റം കൊണ്ടുവരുന്നത്. ഹാബിറ്റ്സ്, മൊമെന്റം, ട്രാൻസ്ഫോർമേഷൻ. സ്റ്റെപ്പ് 3: ഫെയിൽ ചെയ്യുക, പക്ഷേ മുന്നോട്ടു പോവുക. നമ്മളെല്ലാവരും ഫെയിലിയറിനെ ഭയപ്പെടുന്നു. പക്ഷേ ഫെയിലിയർ സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല. അത് പ്രോസസ്സിന്റെ ഭാഗമാണ്. ഫെയിലിയറിനെ ഫീഡ്ബാക്കായി കാണൂ. ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ വീഴും, പക്ഷേ ഓരോ വീഴ്ചയും ബാലൻസ് പഠിപ്പിക്കും. ലൈഫും അതുപോലെ തന്നെ. മിസ്റ്റേക്സ് എൻഡല്ല, ഗ്രോത്തിന്റെ തുടക്കമാണ്. ഗോൾസ് അച്ചീവ് ചെയ്യുന്ന ആളുകൾ പെർഫെക്റ്റ് ആയവരല്ല. അവർ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾക്കും പെർഫെക്റ്റ് ആവേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ട്രൈ ചെയ്യുക, ഫെയിൽ ചെയ്യുക, വീണ്ടും എഴുന്നേൽക്കുക. ഓരോ ഇംപെർഫെക്റ്റ് ആക്ഷനും നിങ്ങളെ നിങ്ങളുടെ ഗോളിനടുത്താക്കുന്നു. പെർഫെക്ഷൻ ഓവർ ഹൈപ്പ്